ആ ബോൾ ബാസ്കറ്റ് വീഴുന്ന അത്രയും സ്മൂത്ത് ആയിരുന്നു ഈ വീഡിയോ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും അതൊരു മൂവി ആക്കാനും പറ്റും. എങ്ങനെയല്ലേ പറഞ്ഞുതരാം. 8 വരട്ടെ, ഇതൊന്നും കണ്ടു നോക്കും. ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിളിൽ പോയിട്ട് ഹിഗ്സ് ഫീൽഡ് ഒന്ന് സെർച്ച് ചെയ്യണം. ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൻ്റെ അകത്ത് കയറുക. ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. സോ ഈ ഒരു സിനിമ സ്റ്റുഡിയോ ഒന്നും ഞാൻ ആദ്യം കാണിക്കുന്നില്ല. ഇത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച വീഡിയോസൊക്കെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതിൽ നിങ്ങൾക്ക് പറ്റും. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇമേജ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. അതിന് ഇവിടെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റിയലൈറ്റ് ചെയ്യാൻ പറ്റും, ഇംപെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നാനോ ബനാനയുടെ പ്രോ മോഡൽ അവൈലബിൾ ആണ്, C-Trimൻ്റെ 4.5 അവൈലബിൾ ആണ്, GPT 1.5 അവൈലബിൾ ആണ്. അങ്ങനെ കുറേ അധികം മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് വീഡിയോ, ക്ലിങ്ങിൻ്റെ കുറേ മോഡൽസ്, ക്ലിങ്ങിൻ്റെ മോഷൻ കൺട്രോൾ സംഭവം, അങ്ങനെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വെച്ചാൽ നല്ല രീതിയിൽ വീഡിയോയിൽ എന്താവും, അതാണ് ഞാൻ കാണിക്കാത്തത്. ആൻഡ് എഡിറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ, ഇവിടെ കുറേ ടൂൾസ് കാണാൻ സാധിക്കും. ആൻഡ് ക്യാരക്ടർ സെക്ഷനിൽ വന്നാൽ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനും ഫേസ് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കോണ്ടസ്റ്റിൻ്റെ അവിടെ വന്നാൽ കുറേ കോണ്ടസ്റ്റുകളുണ്ട്. ഇതേപോലത്തെ കോണ്ടസ്റ്റുകളൊക്കെ കുറേ നല്ല പ്രൈസ് പൂളുള്ള കോണ്ടസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വൈമോഷൻ ഉണ്ട്. പിന്നെ ഇന്നത്തെ പറഞ്ഞ സിനിമ സ്റ്റുഡിയോ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഏതിലും വേണം പ്രസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഫ്ലുവൻസർ ഉണ്ട്. ആൻഡ് ഇത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ആപ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറേയധികം ടൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഒരു സാധനമാണ് സിനിമ സ്റ്റുഡിയോ 2.0. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സിനിമ സ്റ്റുഡിയോയിലോട്ടൊന്ന് വിസിറ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നതൊക്കെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇമേജ് പ്രോംപ്റ്റ് വേണം, വീഡിയോ ഒരു പ്രോംപ്റ്റ് വേണം. സിമ്പിളായിട്ട് ChatGPT എടുത്ത് ചോദിച്ചാൽ ChatGPT നിങ്ങൾക്ക് പ്രോംപ്റ്റ് തരുന്നതാണ്. ആൻഡ് ഓൾറെഡി ഞാനിപ്പോൾ ചോദിച്ച ഒരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ സീൻ ബൈ സീൻ ആയിട്ടാണ് തരുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇമേജിൻ്റെ പ്രോംപ്റ്റ് ഉണ്ട്, വീഡിയോ ഒരു സീനിൻ്റെ തന്നെ 2 പ്രോംപ്റ്റ് ഉണ്ട്. ആൻഡ് ഇതെങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രോംപ്റ്റ് കൊണ്ടിട്ട് ChatGPT വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് സിമ്പിളി ഈ ഒരു പ്രോംപ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ ഒരു സിനിമ സ്റ്റുഡിയോയിൽ അവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോംപ്റ്റ് അവിടെ വരും. ആൻഡ് സിമ്പിളി നിങ്ങൾക്ക് റെഫറൻസ് ഇമേജ് വേണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എത്ര സീന് വേണം, അല്ലെങ്കിൽ എത്ര ഇമേജ് വേണം എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് റേഷ്യോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്വാളിറ്റി നിങ്ങൾക്ക് 2K, 1K, 4K അവൈലബിൾ ആണ്. ആൻഡ് 4K ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൽ പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എലമെൻറ്റിനെ പർട്ടിക്കുലർ എലമെൻറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ സിമ്പിളായിട്ട് ഇതിലോട്ട് നിങ്ങൾക്ക് റെഫറൻസിൻ്റെ പേരും കൊടുത്ത് സബ്ജക്റ്റിനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം, എങ്കിലേ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ക്യാൻസൽ അടിക്കുന്നുണ്ട്. ആൻഡ് സിമ്പിളി ക്യാൻസൽ അടിച്ചതിന് ശേഷം ഇവിടെയാണ് നിങ്ങളുടെ മെയിനായിട്ട് സംഭവം. ഇതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വെയിറ്റ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ലെൻസ് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് ഇപ്പം ഒരു റാൻഡം ക്യാമറ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ക്യാമറയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇനിയിപ്പം എനിക്കിവിടെ ലെൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് ഇപ്പം ഇവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ജസ്റ്റ് എനിക്ക് വലിയ നോളജ് ഇല്ല ഇതിനെപ്പറ്റി. സോ ജസ്റ്റ് ഫോക്കൽ ലെന്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ഫോക്കൽ ലെന്ത് കൊടുത്തുകൊണ്ട് അപ്പോച്ചറും നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഇവിടെ സേവ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് പ്രസ് കഴിഞ്ഞാൽ സിമ്പിളി നിങ്ങളുടെ ഇമേജ് അവിടെ ജനറേറ്റ് ആയി കിട്ടും. ഇവിടെ പ്രോസസിംഗ് ആണ് കാണിക്കുന്നത്. സിമ്പിളി വെയിറ്റ് ചെയ്യുക, അത് അവിടെ ജനറേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇവിടെ ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് 3D സീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സിമ്പിളി ഇത് പ്രസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ എൻ്റെ ഇമേജ് ഒരു 3D സീൻ ഇവിടെ ക്രിയേറ്റ് ആവും. ജസ്റ്റ് ഇതേപോലെ ജനറേറ്റ് ആയിരുന്നുണ്ട്. പിന്നെ ഇവിടെ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമേജസ് വേറെ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. ആൻഡ് ആനിമേറ്റ് പ്രസ് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ആൻഡ് സിമ്പിളി ജസ്റ്റ് ഇവിടെ ഇമേജ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അടുത്ത സീൻ എന്ത് വേണം എന്നുള്ളത് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ആൻഡ് സിമ്പിളി ഞാൻ ഇതും പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ ജനറേറ്റ് ആയതിനു ശേഷം ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ 3D സീനും വാർഡ്നെസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് വാർഡ്നെസ്സിൻ്റെ അവിടെ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് ലോഡായി വരട്ടെ ഒരു സെക്കൻഡ്. ഇവിടെ നിങ്ങൾക്ക് സംഭവം കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സീൻസ്, ഒരു സിംഗിൾ ഇമേജിൽ നിന്ന് മൾട്ടിപ്പിൾ സീൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് സിമ്പിളി ഇത് വെച്ച് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ജസ്റ്റ് ഞാൻ ഒരു സിംഗിൾ പ്രോംപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു മൾട്ടിപ്പിൾ സീൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് സിമ്പിളി ഞാൻ ജസ്റ്റ് ഈ ഒരു സാധനം ഇവിടെ അപ്സ്കെയിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് സിമ്പിളി അവിടെ അപ്സ്കെയിൽ ആവും അവിടെ ജസ്റ്റ്. എന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരു സെക്കൻഡ്. ആൻഡ് ഇവിടെ സംഭവം മൾട്ടിപ്പിൾ സീൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ മറ്റേത് അപ്സ്കെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ ഇമേജ് അപ്സ്കെയിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ജസ്റ്റ് വീഡിയോയിലൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് ആനിമേറ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇപ്പം എന്ത് പ്രോംപ്റ്റ് കൊടുക്കും ഗൈസ്, ഇവിടെ ഓൾറെഡി ഒരു സാധനം കിടന്ന് അത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് സിമ്പിളി ജസ്റ്റ് ആഡ് ഹൈ ക്വാളിറ്റി ക്യാമറ മൂവ്മെൻ്റ് എന്ന് മാത്രം കൊടുക്കുന്നുണ്ട്. ആൻഡ് സിമ്പിളി ക്വാളിറ്റി ക്യാമറ
മൂവ്മെൻറ്റ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് സിമ്പിളി പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മൂവ്മെൻറ്റിൻ്റെ അവിടെ ഓട്ടോ ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റിക് ആക്കാം, അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ആക്കാം, അങ്ങനെ കുറേ മൂവ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കുറേ സംഭവങ്ങളുണ്ട്. ആൻഡ് ഇവിടെ ഡയറക്ടർ പാനലാണ്, നിങ്ങൾക്ക് ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്പീഡ് റാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടുള്ള പരിപാടിയാണ്. എന്തെങ്കിലും ഇമ്പാക്ട് ചെയ്യാൻ പറ്റും, സ്ലോ മോഷൻ ചെയ്യാം, ലീനിയർ, കസ്റ്റം, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. സ്പീഡ് റാമ്പ്, ഡ്യൂറേഷൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സിംഗിൾ ഷോട്ട് വേണോ മൾട്ടിപ്പിൾ ഷോട്ടുകൾ വേണോ എന്നുള്ള സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൾട്ടി ഷോട്ട് ആട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഷോട്ട് ഇവിടെ ജനറേറ്റ് ആയി കിട്ടും. ആൻഡ് സിമ്പിളി ജസ്റ്റ് ജനറൽ എന്നുള്ള സംഭവം മാറ്റി നിങ്ങൾക്ക് ആക്ഷൻ വേണോ, ഹൊറർ വേണോ, കോമഡി വേണോ, വെസ്റ്റേൺ വേണോ, ഏത് വേണോ കൊടുക്കാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് ഓൺ ആക്കാം. ആൻഡ് ക്വാളിറ്റി നിങ്ങൾക്ക് 1080p കൊടുക്കാം, അല്ലെങ്കിൽ 720p കൊടുക്കാം. ആൻഡ് സിംപ്ലി ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ജനറേറ്റ് പ്രസ് ചെയ്യാൻ മതി, നിങ്ങളുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയി തുടങ്ങും. അതിന് സിംപ്ലി ഇത് പ്രോസസ് ആയതിനു ശേഷം ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല കിടിലായിട്ടാണ് വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ആൻഡ് സിംപ്ലി നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട് പ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് ഫ്രെയിമും എൻഡ് ഫ്രെയിമും നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തൊരു ഇമേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 5 സെക്കൻഡുള്ള വീഡിയോ ആണ് ഇത്രത്തോളം കിടിലനായിട്ട് ക്രിയേറ്റ് ആയി കിട്ടിയത്. സിമ്പിളി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് സിമ്പിളി നിങ്ങളുടെ ഗാലറിയിൽ അത് ഡൗൺലോഡ് ആവും. ഇതിൽ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും കസ്റ്റമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് എൻ ഫ്രെയിം എന്നാണ് ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് എൻ ഫ്രെയിം എന്നുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ എൻ ഫ്രെയിം എക്സ്ട്രാക്ട് ആവും. ആൻഡ് ഈ ഒരു എൻ ഫ്രെയിം വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സീനായിട്ട് സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് സിമ്പിളി ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു എൻ്റയർ മൂവി കിടിലനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനും അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ കിടിലൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഏൺ ചെയ്യാനൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സിമ്പിളായി നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് ആണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഞാനിപ്പം ആനിമി ടൈപ്പ് സംഭവമാണ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് നിങ്ങൾക്ക് ഇതൊരു റിയലിസ്റ്റിക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയാസോ സ്റ്റോറീസോ ഉണ്ടെങ്കിൽ അതിനൊരു മൂവിയിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തു. അടുത്ത വീഡിയോ കാണുന്നത് ഇറ്റ്സ് മീ ആൽഫ സൈനിങ് ഓഫ്. ബൈ.